ഒച്ച വെക്കാനോ ശബ്ദിക്കാനോ ഉരിയാടാനോ നിൽക്കരുത്. നിങ്ങളിപ്പോൾ എന്റെ കസ്റ്റഡിയിലാണ്. അണ്ടർസ്റ്റാൻഡ്? വർക്ക് നടക്കാൻ കൊണ്ടു. പക്ഷേ ഇതാണോ വീട്? തന്നെ ഞാൻ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്നല്ല, മനസ്സിലല്ലേ? ദിസ് ഇസ് എ കിഡ്നാപ്പ്. ഇതെന്റെ കൊള്ള സംഗീതം. വാക്ക് ആ വഴി. ഷൂ ഇട്ടിട്ട് വീട്ടിൽ കയറി. ഹലോ, വൈശാഖല്ലേ? അതെ, നിങ്ങളുടെ ഭാര്യ ഇപ്പോൾ എൻ്റെ കസ്റ്റഡിയിലാണ്. അനിയ, നീ എൻ്റെ ഭാര്യ തന്നെ തട്ടിക്കൊണ്ടത് നിനക്ക് ഉറപ്പാണോ? അതെ, നിങ്ങളുടെ ഭാര്യ തന്നെ, 100% കൺഫേം. അല്ലേട്ടാ, അതെന്താ അങ്ങനെ ചോദിച്ചേ? ഇപ്പോൾ നീ ചെയ്തൊരു സംഭവമില്ലേ, ഇത് ജീവിതത്തിൽ നീ ചെയ്ത ഏറ്റവും വലിയ അബദ്ധമായിട്ട് നിനക്ക് മനസ്സിലാവും. അപ്പോൾ നീ എന്നെ തിരിച്ചു വിളിക്കും. ബാക്കി ഞാൻ അപ്പം പറയാം. പക്ഷേ സഹായിക്കാൻ ഞാൻ ഒരു മടിയും കാണിക്കില്ല. ധൈര്യമായിട്ട് എന്നെ വിളിച്ചു. പാവം, അവനറിയാൻ പോകുന്നില്ലേ ഉള്ളൂ. അതെ, എനിക്ക് മൂത്രം ഒഴിക്കണം. ബാത്റൂം അവിടെ. ഇവിടെ എങ്ങനെ ഞാൻ മൂത്രം? ഇവിടെ എനിക്ക് മൂത്രം ഒഴിക്കാൻ പറ്റില്ല. ഇവിടെ ഭക്ഷണമില്ല, നിനക്ക് പച്ച വെള്ളം പോലും കിട്ടില്ല. എനിക്ക് വിശക്കണോ? ഇത് കേട്ടോ, നമുക്കൊരു സെൽഫി എടുക്കാം കേട്ടോ. ഫോൺ മൂന്ന് കാല്. ഓ, ശുക്ലാംബരധരം വിഷ്ണു ശിവർണം ദൈവമേ, ഇത് രണ്ട് കയ്യിൽ നിന്ന് രക്ഷിക്കണമേ. ഇത്ര പെട്ടെന്ന് വിളിച്ചോ? ഹലോ, ഞാൻ നേരത്തെ വിളിച്ച കിഡ്നാപ്പറായിരുന്നേ. അടങ്ങിയിരിക്കും. ആ കിഡ്നാപ്പർ മോനെ പറ. ചേട്ടാ, ഞാൻ ഒരബദ്ധം പറ്റിപ്പോയി. ഇതിനെ ഞാൻ തിരിച്ച് കിട്ടിയ സ്ഥലത്ത് തന്നെ കൊണ്ടുതരാം. ആ, 50,000 യൂറോ ഇല്ലേ? ആ 50,000 യൂറോൻ്റെ കൂടെ ഞാൻ 10,000 യൂറോ കൊണ്ടുവരാം. 60,000 യൂറോ ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. ഓ, ഇതിനെ ഒന്ന് കൊണ്ടുപോ പ്ലീസ്. ആഹാ, ആ, ഞാൻ വന്നെടുത്തോളാം. നോ പ്രോബ്ലം, ഞാൻ കൊണ്ടുതരാം. എന്നെ കൊണ്ടുവിടാൻ പോവാ? അതെ. അന്ന് പോകുമ്പോ ജാക്കറ്റ് തരും. ഒന്ന് പോയിട്ട് പിള്ള. അല്ല, ജാക്കറ്റ് തരും. അങ്ങനെ 50,000 രൂപ അല്ല, ഇതിനെ നോക്കുന്നതിന് ദയവായിട്ട് തന്നതായിരിക്കും.